മുട്ട കിട്ടില്ലേ? മേടിച്ചു തരാം വേറെ മുട്ട. കടുങ്കപ്പിയാണോ? എന്ത് വേണം? കൊള്ളത്തിലൂടെ എനിക്ക് ഓംലെറ്റ് മാത്രം ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയെല്ലാം ഇഷ്ടം. കൊള്ളാം. മൂന്നാം തന്നെയാണോ? കൊള്ളാം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. മഞ്ഞത്തോ? അപ്പൊ ഗൈസ് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചേട്ടാ. എന്നത്തെയും പോലെ മാമ്പഴത്തറ അവിടെ നിന്നൊക്കെ ഒന്ന് വിട്ട് പിടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങള് കോയമ്പത്തൂര് പോവാണ് കേട്ടോ. അവിടെ എവിടെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളതെല്ലാം ഞങ്ങള് വഴിയെ ഇങ്ങനെ ഈ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഗോൾഡൻ പ്ലേ ബട്ടന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഡ്രൈവിങ്ങിലാണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇനി കിടന്ന് ഉറങ്ങും. ഇത് നല്ല സ്ഥലം എത്തുമ്പോൾ അച്ഛൻ തട്ടേണിപ്പിക്കും, അന്നേരം നമ്മൾ വീടെടുക്കും. അതാണ് നമ്മുടെ പരിപാടി. അപ്പം ഇനി ഇങ്ങനെ വെച്ച് ലാഗാക്കാൻ നമുക്ക് വീട്ടിലിട്ട് പോയാലോ? കട്ട പോസ്റ്റാണ് കേട്ടോ. ഇച്ചിരി ദൂരമായി, ഭയങ്കര മഴയാണ്. നന്ദൂട്ടെന്തോ കിടന്ന് ഉറങ്ങും, ഞാനിങ്ങനെ ഇരിക്കും. ഭയങ്കര പോസ്റ്റ്. ചേട്ടനാണെങ്കിൽ ഷർട്ട് എടുക്കാൻ വേണ്ടി പോയി. ഉറക്കം ഫുൾ ഉറക്കം. നമ്മൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഇവിടെ ഒരു ലഘു ഭക്ഷണശാലയിലോട്ട് വന്നു കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. തലവേദന വെച്ചാൽ തല വെട്ടി തുളർക്കുന്ന രീതിക്കുള്ള തലവേദനയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഷോപ്പ് ചൂടുണ്ടോ? കുഞ്ഞിന് എന്തോ വേണം? ഇതിനകത്ത് നിന്ന് എന്തോ വേണം? ഉറക്കം ശരിയായില്ല, ഉറക്കം വരുന്നു. നല്ല ചൂട് ഏത്തക്കപ്പം മേടിച്ചു കേട്ടോ. നല്ല ചൂട്. വന്നോട്ട് ഇച്ചിരി കഴിച്ചു നോക്കടാ. വേണ്ട, ഞങ്ങളിവിടെ ഒന്നും ജീരകം ഇടില്ല. നന്ദൂട്ടൻ്റെ പിണകം മാറ്റി കേട്ടോ. നമ്മൾ കുറച്ച് സിപ്പപ്പും നന്ദൂട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക. അതിന് കുറച്ച് സിപ്പപ്പും ഐസ്ക്രീംസ് ഒക്കെ മേടിച്ചപ്പം നന്ദു ഓണായി. ഇടയ്ക്ക് നന്ദൂട്ടനെ ഒരു ഫാമിലി തിരിച്ചറിഞ്ഞൊരു കുഞ്ഞു മോള് ടാറ്റയൊക്കെ തന്നാട്ടോ. അപ്പം നമ്മൾ വീണ്ടും തിരിച്ചിവിടെ നിന്ന് പോവാണ്. ഞങ്ങൾ വഴിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര മഞ്ഞ്. ആ പുള്ളിക്കാരൻ ബൈക്കിൽ അടുത്ത ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോണേയാണ്. ഉറക്കെ സംസാരിച്ചുകൊണ്ട് വന്നു ഒരാൾ ബൈക്കിൽ. ഭയങ്കര തണുപ്പ് കണ്ട് അങ്ങനെ ഞങ്ങൾ നെല്ലിക്ക് കുപ്പിലിട്ട് വെച്ചേക്കുന്നു. ഇവിടെ കയറാം. ഇതുപോലെ സ്ഥലമുണ്ടോ? നമ്മളവിടെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് കഴിക്കാതെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നത് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് കേട്ടോ. ബാക്കിൽ വെള്ളച്ചാട്ടമാണ്. വെള്ളം ഇച്ചിരി ഉള്ളൂ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. സൂപ്പർ. എന്തോ മഞ്ഞിൻ്റെ പോലെ തോന്നുന്നു. ആകെ പോവാം. അപ്പം കഴിച്ചത് വെള്ളച്ചാട്ടമാണ്. വെള്ളം പക്ഷെ കുറച്ചേ വരുന്നുള്ളൂ. ഒന്ന് പോടെ കണ്ടോ. ടോപ്പിനും ഉണ്ട്. ഇപ്പം നമ്മൾ രാത്രി ആയതുകൊണ്ട്
അറിയാൻ പറ്റുന്നില്ല എൻ്റെ മുകളിൽ നിന്ന്. ഇതിങ്ങനെ സ്റ്റെയറൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഇവിടെ പൈപ്പ് പൊട്ടിയാണ് വെള്ളം പോകുന്നത്. എടുക്കുന്നുണ്ട്. എന്തത്തിന്റെ ഭയങ്കര ഇതിവിടെ മൂത്രത്തിന്റെ സ്മെല്ലുണ്ട് കേട്ടോ. അത് നന്ദുടൻ ചോദിക്കുന്നത്. അച്ഛനൊക്കെ ഉണ്ട്. സംഭവം വെള്ളം ഒത്തിരി ഉണ്ടായിരുന്ന നിറഞ്ഞു വരുമായിരുന്നു. അച്ഛൻ ഇതാ നെല്ലിക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പഴകിയ നെല്ലിക്കയാണെന്ന് തോന്നുന്നു. ആളിഞ്ഞിരിക്കുന്നടേ നോക്കണ. അല്ലയോ? നല്ല പരിചയമുള്ള പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. കൊള്ളത്തില്ല. അളിഞ്ഞതാടേ നോക്ക്. ഒത്തിരി നാളായെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഉപ്പിലിട്ട് തന്നെ. മോക്ക് കൊടുക്കും, കുഞ്ഞിനൊരു പീസ് കൊടുക്കും. ഒത്തിരി നാളങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇതായിപ്പോയത്, അല്ല കുഴപ്പമില്ല. പിന്നെന്തുവാടേ? നീ താഴോട്ട് നോക്ക്. പുക പോലെ ഇരിക്കുന്ന മഞ്ഞ്. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ? മഴയുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം കൂറ ഹോട്ടലുകളാണ്. നമുക്ക് തട്ടുകട മതിയാണ് ചൂടായിട്ട് കഴിക്കാൻ. ചൂട് തട്ടുകട വെളിയിരുന്ന് കഴിക്കണം. മറ്റാണ്ട് ഇവിടെ അത് കഴിച്ചോളാം ഇല്ലേ? അതൊക്കെ ഇല്ലേ വൈബ്. അങ്ങനെ ഞങ്ങള് അടുത്തത് ഈ ജംഗ്ഷനിൽ ഇറങ്ങി കേട്ടോ. ഇവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. പുക പോലെ മഞ്ഞാണ് കേട്ടോ. ഫുള്ള് ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചൂടായിട്ട് എന്തെങ്കിലും കിട്ടി തണുക്കുന്നു. ശരി ശരി. എന്താ പൊറോട്ടയും പറഞ്ഞു ചിക്കൻ ഫ്രൈ ഭയങ്കര ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അടുത്തത് കഴിഞ്ഞിട്ട് 2 ദോശയും ചമ്മന്തിക്കറി എടുത്ത് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഫുഡ്. അപ്പൊ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങളൊരു ഓംലേറ്റ് മേടിച്ചു കേട്ടോ. മുട്ട കിട്ടില്ലേ? മേടിച്ചു തരാം. വേറെ മുട്ട കടുങ്കപ്പിയാണോ? എന്ത് വേണം? കൊള്ളത്തിലൂടെ. എനിക്ക് ഓംലേറ്റ് മാത്രം ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയെല്ലാം ഇഷ്ടം. കൊള്ളാമോ? നന്ദുനാണോ? കൊള്ളാമോ? കൊള്ളാം.
പുക കണക്കിനിരിക്കുന്നില്ലേ? സുഹൃത്തുക്കളെ ഇവിടെ വന്നിട്ടുണ്ട്. കാണുന്നില്ല എനിക്ക് കാണുന്നില്ല. ഇയാളെയാണ് കാണുന്ന വണ്ടി. എനിക്ക് കാണുന്നില്ല. പിന്നെ നിനക്ക് എങ്ങനെ അടി കാണുന്നത്? അച്ഛൻ എനിക്കൊന്നും കാണത്തില്ല. എന്നാ നിനക്ക് കാണത്തില്ല. അടി പിന്നെന്തോ ഞാൻ വണ്ടി തണുത്ത് ചാവൂല്ലേ? ചൂടായോണ്ട് അത്രയും തണുപ്പ് കാണത്തില്ല. കൂട്ടിട്ട് കത്തിക്കുന്നു. ഇത്രയും പുക വരാൻ പുകയല്ലടി ഇത്, കോടമഞ്ഞാടി. കോട കേട്ടിട്ടില്ലേ? കോടമഞ്ഞ്. ഇത് ഹൈറേഞ്ച് ഫുള്ള്. ഇപ്പുറത്തെ സൈഡ് മൊത്തം ഇതാ മറ്റേ അല്ല മറ്റേ ഇതൊരു പട്ടി ആത്മഹത്യ നിൽക്കുന്നത്. നോക്ക് ചാടല്ലേ. ഇവിടെ ഈ സൈഡ് മൊത്തം തേയിലത്തോട്ടോ. ഇതാണ് സ്നോ അല്ല നമുക്കിവിടെ ഇറങ്ങി നിന്നാലും വെളിയിൽ ഇത് കൂയാലും വേറെ സ്ഥലമുണ്ട്. കൂവാനോ? അല്ല, ആളില്ലാത്ത സ്ഥലമുണ്ട്. എന്തിനാണ് പോകണം. ഇനി അങ്ങോട്ട് കാണത്തില്ല നമ്മള്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ ആദ്യം നമ്മൾ നിർത്തി. അവാന റിസോർട്ടിലായിരുന്നു നമുക്ക് സ്റ്റേ. ഇവിടെ താഴെ റോഡിലൊരു പട്ടിയല്ലാതെ വേറെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇത് ഒരു പട്ടി കിടക്കുന്നു കഴുത്തിച്ച് വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതാരാ? ശരി മാമ, ശരി. എന്തോ കാടോ വന വന്നോടെ. റിസോർട്ട് വന വന്നു. വെച്ച് പിടിപ്പിച്ചിരുന്നത്. മുയലിനെ കണ്ടോക്കണേ. നമ്മൾ മയിലിനെ കണ്ടു. ഒത്തിരി മുയൽ കിടപ്പുണ്ട്. കണ്ടോ? ഇത് മൊത്തം മുയലും. ഇതൊക്കെ നമ്മളിപ്പോൾ സമയം 4:55 അല്ലേ? ഏകദേശം 5 മണിയാകുന്നു. നാളെ രാവിലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു. റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂം ബുക്ക് பண்ணிருக்கு. എന്തൊക്കെ എന്താ അങ്ങനെ കേസ് നമ്മൾ റിസോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അന്തോട്ടം ചാടിതേ ഇറങ്ങി. ഒരു പയ്യൻ വന്ന് ലഗേജൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. നൈസ് ആംബിയൻസ്. പക്ഷെ ഉറക്കം വന്നിട്ട് വയ്യ. ഉറക്കം വരുന്നില്ല എന്തോ. എന്താ നമ്മളങ്ങനെ അവനെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. തണുപ്പോ ഉറക്കം വന്നിട്ട് വയ്യ. അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ റൂം. അടിപൊളി റൂം അല്ലേ? നമ്മൾ അന്ന് റോന്തിൻ്റെ ഇതിന് പോയ പോലെ വരച്ചു കുത്തി കളിക്കാനുള്ള സന്തോഷമായി നന്ദപ്പന്. അങ്ങനെ പുറത്ത് ഇച്ചിരി കൂടെ നേരം വെളുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. കാര്യം ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ഇവിടുത്തെ റൂംസും അല്ലേ. ഇത്
ബാത്റൂം കാണിക്കുന്നുണ്ട്. എടുക്കണ്ട മോളെ, ഇങ്ങോട്ട് വെക്കും. എല്ലാം റിസോർട്ടിന്റെ വക തന്നെ പ്രോഡക്ട്സുകളാട്ടോ. വാ മോനെ, ചെന്ന് കിടന്ന് ഉറങ്ങണേ കുറച്ചു നേരം. വാ. ഭയങ്കര തണുപ്പായിപ്പോയി. ഒന്നാദ്യം തണുത്ത് വിറച്ച് വന്നതാണ് ഓൾറെഡി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ AC കൂടെ അടിച്ചപ്പം തണുത്ത് മരവിക്കുക. ഇപ്പം AC ഒക്കെ ഇങ്ങനെ വെച്ച് ഉറങ്ങാൻ നമുക്ക് സമയമില്ല. 9:30 ഇനി അങ്ങ് പോകണം. അപ്പോൾ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ കിടന്നങ്ങ് ഉറങ്ങിച്ചിരി നേരം. വന്നപ്പോൾ ഒരു പെൻസിലും ഒരു ഷീറ്റും എടുത്ത് വെച്ചോണ്ടിരിക്കും ഇവിടെ മേഡം. അങ്ങനെ കഴിച്ച് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയാണ്. വെളുപ്പങ്കാലം 5 മണിയായി. ഇനി വേണം കിടന്നൊന്ന് ഉറങ്ങാനായിട്ട്. അപ്പം 8 മണിക്ക് അലാറമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 8 മണിക്ക് എഴുന്നേറ്റിട്ട് ബാക്കി വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബൈ.